ഭാര്യ കോകിലയെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിക്കുന്നതിനെതിരെ നടൻ ബാല രംഗത്തെത്തിയിരിക്കുകയാണ്. സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് അറിയാമെന്നും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ബാല വീഡിയോ സന്ദേശത്തിൽ പ്രതികരിക്കുന്നു. കാര്യമറിഞ്ഞ് കോകിലയുടെ അച്ഛൻ വിളിച്ചു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ളയാളാണെന്നും കാര്യങ്ങൾ താൻ നോക്കിക്കൊള്ളാമെന്നുമാണ് അറിയിച്ചതെന്നും ബാല പറയുന്നു. അടുത്തവന്റെ ഭാര്യയെ വേലക്കാരി എന്ന് വിളിക്കുന്നതാണോ സംസ്കാരം? എന്റെ മാമന്റെ മകളാണ് കോകില. സിനിമയെ പറ്റി സംസാരിക്ക്, അഭിനയത്തെ പറ്റിയും സിനിമയുടെ റിലീസിനെ കുറിച്ച് സംസാരിക്ക്. ഇന്നെന്റെ ഭാര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതിനെങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യം വന്നത്? അടുത്തവന്റെ ഭാര്യയെ വേലക്കാരി എന്ന് വിളിക്കുന്ന നിയമം ഈ നാട്ടിലുണ്ടോ? കോകിലയുടെ അച്ഛൻ വിളിച്ചു. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ വലിയ ആളാണെന്ന്. പോലീസിൽ പരാതിപ്പെടേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാം ഇനി പുള്ളി നോക്കിക്കൊള്ളാമെന്നാണ് പറയുന്നത്. ഇത് ചെയ്തയാൾ മാപ്പ് പറയണം. എല്ലാത്തിനും ഒരു മര്യാദ വേണം. ആളെ എനിക്കറിയാം. ഡയറക്റ്റ് മെസ്സേജ് ആണിത്. നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കില്ല. അമ്പലം ഉൾപ്പെടെയുള്ള നല്ല പ്രവർത്തികളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നും ബാല പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ ബാലയ്ക്കും അമൃതയ്ക്കും ഒപ്പമുള്ള കോകിലയുടെ ചെറിയ പ്രായത്തിലെ ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. വേലക്കാരിയാണോ അതോ മാമ പൊണ്ണോ എന്നായിരുന്നു ക്യാപ്ഷൻ. തന്റെ ഭാര്യയെ വേലക്കാരി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞായിരുന്നു ബാല രംഗത്തിലെത്തിയത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ബാല നൽകിയ ഒരു അഭിമുഖത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. കേരളം ഞെട്ടുന്ന ഒരു ഫോട്ടോഗ്രാഫ് എന്റെ കയ്യിലുണ്ടെന്നായിരുന്നു അന്ന് ബാല പറഞ്ഞത്. ഇതായിരിക്കാം ആ ഫോട്ടോഗ്രാഫ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ആർക്കാണ് വിധിച്ചതെന്ന് നോക്കണേ എന്നും അന്ന് ബാല പറഞ്ഞ് പൊട്ടിച്ചിരിച്ചിരുന്നു. തന്റെ സ്വത്തുക്കൾ നേടാൻ ഭാഗ്യം ചെയ്തത് കോകിലയാണെന്ന രീതിയിലാണ് കോകില സംസാരിക്കുന്നത്. കോകില തന്റെ മുറപ്പെണ്ണാണെന്നാണ് ബാല നേരത്തെ പറഞ്ഞിരുന്നത്. എന്തായാലും പണ്ട് മുതൽ തന്നെ ബാലയുമായി വളരെ അടുത്ത ബന്ധം കോകിലയ്ക്കുണ്ടായിരുന്നു. അക്കാര്യത്തിൽ ബാല പറയുന്നത് സത്യമാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ബാല എല്ലാത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കുകയാണ്. പുതിയ വീടൊക്കെ വാങ്ങിച്ച് ഫോട്ടോസ് ഒക്കെ ഇടുന്നത് കാണാൻ സാധിക്കും. ഇനിയെങ്കിലും ബാലം എല്ലാം നിർത്തിയില്ലെങ്കിൽ നാട്ടുകാർ തന്നെ വന്ന് ചീത്ത വിളിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. ആ രീതിയിലായിരുന്നു പ്രവർത്തികൾ. ഈ അടുത്തുണ്ടായ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ടാകും. പണ്ട് മുതൽ തന്നെ കോകില ബാലയെ കെട്ടണമെന്ന് പറഞ്ഞ് നടന്നിരുന്നതായും ബാല പറയുന്നുണ്ട്. തന്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ഡയറി എഴുതും. 2010 ഒരു കവിത രചിച്ചിരുന്നുവെന്നും താരം തന്നെ വ്യക്തമാക്കി. അമൃതയ്ക്ക് ഈ ഒരു വിഷയം അറിയാമായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇതേക്കുറിച്ചൊന്നും അവർ എവിടെയും പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ പ്രചരിക്കുന്ന ഫോട്ടോയെ കുറിച്ച് അവർ അറിയുമോ എന്ന് പോലും അറിയില്ലെന്നും സോഷ്യൽ മീഡിയ പറയുന്നു. ആരായാലും ഇപ്പോൾ എന്ത് ഉദ്ദേശത്തോടെയാണ് ഈ ഫോട്ടോ പുറത്തു വിട്ടതെന്ന് അറിയില്ല. എന്തെങ്കിലും വിവാദമാണോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും പറയാൻ കഴിയില്ല. വീട്ടിലേക്ക് ആരോ അതിക്രമിച്ച് കയറിയുന്ന സംഭവത്തിൽ ഉൾപ്പെടെ വ്യക്തതയില്ലാത്ത രീതിയിലാണ് ബാല സംസാരിക്കുന്നതെന്നും സോഷ്യൽ മീഡിയ പറയുന്നു. അതേസമയം ബാലയ്ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളും നെഗറ്റീവ് കമന്റുകളെല്ലാം തന്നെയും ബാധിക്കുന്നുണ്ടെന്ന് കോകില കഴിഞ്ഞ ദിവസത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു.